നിനക്ക് കണ്ണ് കിട്ടും കേട്ടോ, നല്ല കണ്ണേറുണ്ടാവും. നമ്മളോട് ചെറുപ്പത്തിലേ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് കണ്ണ് പറ്റും. അധികം ചിരിക്കണ്ട, കുറേ ചിരിച്ചാൽ കരയാനുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ നല്ല രൂപത്തിൽ നടക്കുകയോ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഈ മുതിർന്ന ആളുകൾ പറയുന്നൊരു കാര്യമാണ്, അധികം സന്തോഷിക്കേണ്ട, അതിനെക്കുറിച്ച് ദുഃഖം വരാനുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഓവർ എക്സ്പോഷർ വേണ്ട, അതിന് കണ്ണ് കിട്ടും, കണ്ണ് കിട്ടി നമ്മൾ നശിച്ചു പോകും. ഇത് സത്യം പറഞ്ഞാൽ ഒരു മീഡിയോർക്കർ ആൾക്കാരും അതിനേക്കാളും അല്ലെങ്കിൽ താഴെ ചിന്തിക്കുന്ന ആളുകളെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റാണ്. കാരണം പേടി എന്നുള്ള സാധനമാണ് ഒരു മനുഷ്യനെ തളർത്തുന്ന, മാനസികമായി ഏറ്റവും തളർത്തുന്നൊരു കാര്യം. അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പറച്ചിൽ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്കൊരു ദോഷമായ പ്രവൃത്തികൾ ചെയ്യാതെ, വേറൊരാളെ ദുഃഖിപ്പിക്കാതെ നിങ്ങൾ നന്നായി പണമുണ്ടാക്കിയാലും സന്തോഷമുണ്ടാക്കിയാലും പിന്നെ നിങ്ങൾ ഒരു വേവലാതിയും പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കണ്ണും കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ മാനസികമായി നിങ്ങളൊരു എനർജി ഷീൽഡിൽ അത്രയും സുരക്ഷിതമായിരിക്കും. അങ്ങനെ കണ്ണ് കിട്ടി നശിക്കാനായിരുന്നെങ്കിൽ ആദാനിയും അംബാനിയും ടാറ്റയും ഒക്കെ എന്നേ നശിച്ചു പോലെ. അവരെപ്പറ്റി മോശം പറഞ്ഞ ആൾക്കാരുണ്ടാവില്ലാണ് നശിച്ചത്. പിന്നെ നമ്മൾ പ്രായാധിക്യം കൊണ്ടും നമ്മളൊരു സമയമാകുമ്പോഴും ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഒക്കെ ജീവിതത്തിലെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് ഒന്നുമല്ലാത്ത രൂപത്തിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ദിവസത്തിൽ ആളുകൾ എന്ത് പറയുമെന്ന് കരുതി നല്ലൊരു സമയം നമ്മൾ ഇതും പേടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? കർമ്മനിരതരാവുക, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ചെയ്യാതെ മുമ്പോട്ട് പോവുക.